ഹലോ, വെൽക്കം ടു എസ്സാസ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. മലപ്പുറം പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. മലപ്പുറം പാസ്പോർട്ട് ഓഫീസിലേക്ക് ഒരു 11 മണിയാകുമ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു അപ്പോയിൻമെൻറ്റ് ടൈം. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കായിട്ട് ഒരു ഹോട്ടൽ കയറിയിട്ടുണ്ടായിരുന്നു. കരാവൻസ് ഹോട്ടൽ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ തന്നിട്ടുണ്ടായിരുന്ന ലഗോൺ ചിക്കൻ്റെ ബിരിയാണി ആയിരുന്നു. അവിടുത്തെ സ്റ്റൈൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നാട്ടിലെ മലബാർ ചിക്കൻ ദം ബിരിയാണി പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ റേറ്റിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അതേപോലെ തന്നെ ടേസ്റ്റും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഓഫർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറിയതാണ്. അപ്പോൾ മോൾക്ക് ഡെയിലി വെയറിനായിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വരുന്നത് 120 രൂപയാണ്. അതേപോലെ തന്നെ 5 അണ്ടർവെയർസിന് വരുന്നത് 100 രൂപയാണ് വരുന്നത്. നല്ല കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ഈ വളക്കും മാലക്കും എല്ലാത്തിനും റേറ്റ് നല്ല കുറവാണ്. അങ്ങനെ കുറച്ച് വളയും മാലൊക്കെ മോൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിച്ചൺ ഐറ്റംസും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസിനും നല്ല വില കുറവുണ്ട്. പിന്നെ അതിന് ശേഷം തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. അപ്പോൾ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഒരു 4:30-5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ് ഇറങ്ങിയതിന് ശേഷം സ്കൂട്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പുറത്ത് അടുപ്പ് വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ലായിരുന്നു വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. ഈ അടുപ്പ് പറഞ്ഞ മണ്ണടുപ്പാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ അടുപ്പ്. വേറെ കിച്ചണിൽ തന്നെ വേറെ അടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തീ കത്തിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇതിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പുറത്ത് വെളിച്ചമൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് പാറ്റേൺ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വരുമ്പോഴത്തേക്കൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ട്രിപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്തിട്ടുള്ള വീട്ടിലോട്ടൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.